ഷവോമിയുടെ MI11X Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറൊക്കെ ആയിട്ടാണ് MI11X Pro എന്ന ഫോൺ വരുന്നത്. ഈ ഫോൺ വരുന്നത് 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI11X Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ MI11X Proയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള E4 AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MEMC എന്നുള്ള ടെക്നോളജിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ വളരെ ചെറിയൊരു പഞ്ചോളാണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോളിൻ്റെ ഡയമീറ്റർ വരുന്നത് ഏകദേശം 2.76 mm മാത്രമാണ്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 92.61% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ റെസൊല്യൂഷൻ എന്നുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലോ ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ തന്നെ അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൂട്ടും. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഡെൽറ്റ ഇ വരുന്നത് ഏകദേശം 0.35ഉം അതുപോലെ തന്നെ JNCD വരുന്നത് ഏകദേശം 0.36ഉമാണ്. അപ്പോൾ നല്ല കളർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് ആംബിയൻറ്റ് ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ റേറ്റിംഗ് ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെലസ്റ്റിയൽ സിൽവർ, ലൂണാർ വൈറ്റ്, പിന്നെ കോസ്മിക് ബ്ലാക്ക്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. അവൻ തിക്നെസ് അത്യാവശ്യം കുറവാണ്. പിന്നെ ഈ ഫോണിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ ചെറിയ രീതിയിലൊക്കെ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് ഇപ്പോൾ വരുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 2 ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. N77ഉം അതുപോലെ തന്നെ N78ഉം. 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ കുറച്ചും കൂടി കൂടുതൽ ബാൻഡുകൾ കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. 2 വെർഷൻസിലും 8GB റാമാണ് വരുന്നത്. പിന്നെ 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ X-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ട് വരുന്നൊരു കാര്യം, ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് വയർലെസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. ഇതിൽ 108 മെഗാപിക്സലിൻ്റെ f1.75 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് HM2ൻ്റെ സെൻസറാണ്. ഇതിൽ വോയിസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻസർ സൈസ് വരുന്നത് 1/1.52 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 5 മെഗാപിക്സലിലെ ഒരു ടെലി മാക്രോ ലെൻസ് ആണ് വരുന്നത്. ഈ ഫോണിൽ 8K 60fps വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൾട്രാ നൈറ്റ് വീഡിയോ എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിയോ സൂം എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിലെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ വോയിസ് ഫോക്കസ് എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4520 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്.
8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 41,999 രൂപയാണ്. ഏപ്രിൽ 24 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപയുടെ ഓഫ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ MI 11X Pro എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 40,000 രൂപ എന്നുള്ളത് വലിയ തരക്കേടില്ലാത്തൊരു പ്രൈസിംഗ് ആണ്. ഇപ്പോൾ OnePlus 9R എന്ന ഫോണൊക്കെ ഇതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു ഫോണിലൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറൊക്കെ കിട്ടുന്നുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ഓക്കെയാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.